കൺസ്ട്രക്ഷൻ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വലിയ സാധ്യതകളാണ് മുന്നോട്ടുള്ളതെന്ന് നമ്മൾ പലതവണ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മേഖലയുമായി ബന്ധമുള്ള എല്ലാ കമ്പനികൾക്കും മുന്നോട്ടേക്ക് സുവർണ കാലഘട്ടമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള കമ്പനികളുടെ കൂട്ടത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത കമ്പനിയാണ് KNR കൺസ്ട്രക്ഷൻസ്. 1995 ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ പ്രാവീണ്യം നേടിയ പ്രൊഫഷണലുകൾ ചേർന്ന് രൂപീകരിച്ചൊരു കമ്പനിയാണിത്. 1979 മുതൽക്ക് സിവിൽ മെക്കാനിക്കൽ വർക്കുകൾ ഏറ്റെടുത്ത് നടത്തിയിരുന്ന നരസിംഹ റെഡ്ഡി ആൻഡ് കമ്പനിയുടെ പ്രൊമോട്ടറായിട്ടുള്ള നരസിംഹ റെഡ്ഡി തന്നെയാണ് ഈ കമ്പനിയുടെ സ്ഥാപകൻ. 2008 കമ്പനി വിപണിയിൽ IPOയുമായിട്ട് എത്തിയിട്ടുള്ളത്. മിഡ് ക്യാപ് കമ്പനി കൂടിയാണ് KNR കൺസ്ട്രക്ഷൻസ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ കമ്പനിയുടെ പ്രകടനം വിലയിരുത്തിയാൽ സ്റ്റഡി ആയിട്ടുള്ള റിട്ടേൺ നിക്ഷേപകർക്ക് നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഓഹരി ലോങ് ടേം വ്യൂവിൽ നിക്ഷേപിച്ച ഒരു നിക്ഷേപകനെ സംബന്ധിച്ച് നിരാശപ്പെടുത്താത്ത ഒരു മൾട്ടി ബാഗർ റിട്ടേൺ ഓഹരി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞൊരു 10 വർഷ കാലയളവിൽ ഓഹരി നൽകിയിരിക്കുന്നത് ഏകദേശം 2700% റിട്ടേൺ ആണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇപ്പോൾ മോത്തിലാൽ ഒസ്വാൾ കമ്പനിക്ക് ഒരു ബൈ റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ കമ്പനിക്ക് ഒരു ബൈ ശുപാർശ നൽകുന്നത് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇക്കഴിഞ്ഞ ഒരു ഡിസംബർ പാദത്തിൽ കമ്പനിയെ സംബന്ധിച്ച് മേജർ ആയിട്ടുള്ള ഓർഡറുകളൊന്നും തന്നെ കരസ്ഥമാക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടില്ല. 2023 വരെയുള്ള കണക്ക് പ്രകാരം 66 ബില്യൺ രൂപയുടെ ഓർഡർ ബുക്കാണ് നിലവിൽ കമ്പനിക്കുള്ളത്. 2024 സാമ്പത്തിക വർഷത്തിലേക്ക് 40 മുതൽ 50 ബില്യൺ രൂപയുടെ റവന്യൂ ഗൈഡൻസ് ആയിരുന്നു കമ്പനി പ്രഖ്യാപിച്ചിരുന്നത്. വരാനിരിക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കൂടുതൽ ഓർഡറുകൾ കരസ്ഥമാക്കാനാകുമെന്നുള്ള ഒരു എക്സ്പെക്ടേഷൻസ് കമ്പനിക്കുണ്ടായിരുന്നു. എന്നാൽ പുതിയ പദ്ധതികൾ കരസ്ഥമാക്കുന്നത് ഉൾപ്പെടെ നിലവിൽ 20 മുതൽ 30 ബില്യൺ രൂപയുടെ ഒരു ഗൈഡൻസ് ആണ് കമ്പനി ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. മുൻപ് നിശ്ചയിച്ചതിനേക്കാൾ ഓർഡർ ഇൻഫ്ലോയിൽ ഒരു സ്ലോ ഡൗൺ ഉണ്ടാകുമെന്ന് തന്നെയാണ് മുന്നോട്ടേക്ക് ഒരു എസ്റ്റിമേഷൻ വെക്കുന്നത്. എന്നാൽ വരും മാസങ്ങളിൽ ഇറിഗേഷൻ മേഖലയിൽ പ്രൊജക്ട് എക്സിക്യൂഷൻ കൂടുതൽ ദ്രുതഗതിയിൽ നടക്കുമെന്നാണ് കമ്പനി കരുതുന്നത്. ഒപ്പം നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ റോഡ് സെഗ്മെന്റിലും പ്രൊജക്ട് എക്സിക്യൂഷൻ കൂടുതൽ വേഗത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. 40 ബില്യൺ രൂപയുടെ വരുമാന വളർച്ച രേഖപ്പെടുത്താൻ സാധിക്കുമെന്നാണ് നിലവിൽ കമ്പനി പ്രതീക്ഷിക്കുന്നത്. മാർജിൻ 18 മുതൽ 19% ഉണ്ടാകുക എന്നും എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഓർഡർ ഇൻഫ്ലോ പരിശോധിച്ചാൽ ദുർബലമായി തുടരുന്നു എന്ന് കാണാൻ സാധിക്കും. എന്നാൽ ടെൻഡർ പൈപ്പ് ലൈൻ സ്ട്രോങ് ആയി തുടരുന്നുണ്ട്. കൂടാതെ മുന്നോട്ടേക്ക് പൈപ്പ് ലൈനുള്ള കരാറുകൾ ഉടനടി പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളും കമ്പനി നടത്തുന്നുണ്ട്. ഈ വർഷത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നും കാര്യമായിട്ടുള്ള ഒരു കരാറുകളൊന്നും ലഭിക്കാത്തതും ഇത്തവണ ഓർഡറുകൾ കുറയുന്നതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ മേഖലയിലേക്ക് എത്തുന്ന പുതിയ കമ്പനികൾക്ക് ഓർഡറുകൾ കൂടുതൽ നൽകുന്നതിന് NHAI ശ്രദ്ധ ചെലുത്തി എന്നതാണ് KNR അടക്കമുള്ള പല ലാർജ് പ്ലേയേഴ്സിനും നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്തത്. നിലവിലുള്ള ഓർഡർ ബുക്കിന്റെ അടിസ്ഥാനത്തിൽ 10% CAGR വരുമാനത്തിൽ രേഖപ്പെടുത്താനായേക്കും എന്നാണ് ഇപ്പോൾ മോത്തിലാൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. കമ്പനി മഹാരാഷ്ട്ര, മധ്യപ്രദേശ് മുതലായ മേഖലകളിലേക്ക് കൂടി തങ്ങളുടെ ബിസിനസ് വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. കൂടാതെ റെയിൽവേ രംഗത്ത് ടണലിംഗ് പദ്ധതികൾ കരസ്ഥമാക്കാനും പദ്ധതിയിടുന്നുണ്ട്. ഏകദേശം 30 ബില്യൺ രൂപയുടെ ഒരു റെയിൽവേ പദ്ധതികൾ കരസ്ഥമാക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. മെട്രോ പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മാത്രമല്ല ഈ അടുത്ത് ജാർഖണ്ഡിൽ 12 ബില്യൺ രൂപയുടെ ഒരു മൈനിങ് പ്രൊജക്ടിന്റെ ബിഡ് കമ്പനി ലഭ്യമാക്കിയിരുന്നു. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, UP, ഒറീസ എന്നിവിടങ്ങളിൽ ഇറിഗേഷൻ പ്രൊജക്ടുകൾ കരസ്ഥമാക്കുന്നതിനും പ്രയത്നിക്കുന്നുണ്ട്. ഇതെല്ലാം കമ്പനിയുടെ വരും പാദങ്ങളിൽ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ആണ് നൽകുന്നത്. കാര്യക്ഷമമായി വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ് ചെയ്തുകൊണ്ട് മൂലധന നിക്ഷേപം അധികം ആവശ്യമില്ലാത്ത ബിസിനസ് മോഡലിനാണ് കമ്പനി കൂടുതൽ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. അതിനാൽ ഇപ്പോൾ ഡെപ്റ്റ് ഒരു പരിധിവരെ കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ 0.25 കോടി രൂപയുടെ ഒരു ഡെപ്റ്റ് ആണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഈയിടെ 3 ഹൈബ്രിഡ് ആന്വിറ്റി മോഡ് പ്രൊജക്ടുകളുടെ വിൽപ്പനയിലൂടെ 5.2 ബില്യൺ രൂപ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതും ബാധ്യതകൾ കുറയ്ക്കാൻ വിനിയോഗിച്ചതിനാൽ കമ്പനി ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഡെപ്റ്റ് ഫ്രീ കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ 2026 വരെയുള്ള സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും കമ്പനിയുടെ വരുമാനം, എബിഡ, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്നിവയുടെ CAGR യഥാക്രമം 10%, 8%, 12% ആകുമെന്നാണ് ഇപ്പോൾ ബ്രോക്കറേജ് കണക്ക് കൂട്ടുന്നത്. ഈ ഒരു സാധ്യതകളെ മുൻനിർത്തിയാണ് മോത്തിലാൽ ഒരു ബൈ റെക്കമെൻഡേഷൻ നൽകുന്നതും. കറന്റ് പ്രൈസിൽ നിന്നും ഏകദേശം 24% ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലാണ് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത്.
ടാർഗറ്റ് പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത് 325 രൂപയുമാണ്. ഇനി കമ്പനിയുടെ മറ്റ് പോസിറ്റീവ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് നോക്കാം. കമ്പനിക്ക് കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് നല്ലൊരു പ്രോഫിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. 30.35% പ്രോഫിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരുമാന വളർച്ചയിലും ഒരു ഇരട്ടാക്ക വളർച്ച രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. 19% വരുമാന വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടി കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല കമ്പനിയുടെ ROCE പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ROCE മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. 27.6% ROCE രേഖപ്പെടുത്താൻ വേണ്ടി കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓൾമോസ്റ്റ് ഒരു ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് ഇതെന്ന് പറയാം. ഒപ്പം കമ്പനിയെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ പരിശോധിക്കുകയാണെങ്കിലും 18.81 ആണെന്ന് കാണാം. വളരെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഒരു വിപണിയിൽ കമ്പനിയുടെ ഒരു പ്രകടനം വിലയിരുത്തുകയാണെങ്കിൽ ഒരു മുന്നേറ്റത്തിൽ തന്നെയാണ് തുടരുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ ഇൻട്രാഡേയിൽ 265 രൂപ എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് വരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നിലവിൽ 0.38% ഒരു നേട്ടത്തിൽ 263 രൂപ എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും KNR കൺസ്ട്രക്ഷൻസിന്റെ ടെക്നിക്കൽ സൈഡ് കൂടി പരിശോധിച്ച് നോക്കാം. യെസ്, അപ്പോൾ KNRന്റെ ചാർട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കൊരു അടുത്തൊരു അപ്സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് വന്നെങ്കിൽ നമുക്ക് അടുത്തായിട്ട് നിൽക്കുന്ന സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് 263 എന്ന് പറയുന്ന ലെവലിൽ നമുക്കൊരു നല്ല റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത ശേഷമായിരിക്കും അപ്സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് വരുന്നത്. അതുപോലെ അതൊരു ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വരുന്ന റെസിസ്റ്റൻസ് ലെവലായിട്ട് നമുക്ക് 267 എന്ന് പറയുന്ന ലെവൽ വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്കൊരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ സപ്പോർട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്നത്തെ ഒരു ഡേയിലോ നമുക്കൊരു സപ്പോർട്ടായിട്ട് എടുക്കാവുന്നതാണ്. 258 എന്ന് പറയുന്ന ലെവലിൽ നമുക്ക് നല്ലൊരു സപ്പോർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സെക്കൻഡ് സപ്പോർട്ട് നോക്കുവാണെങ്കിൽ 255 എന്ന് പറയുന്ന ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ വരുന്ന 343 എന്ന് പറയുന്ന ലെവലാണ്. അപ്പം ഒരു ലോങ് എൻട്രി നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് വാച്ച് ചെയ്യാവുന്ന നല്ലൊരു റെസിസ്റ്റൻസ് ലെവലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നു. നമുക്ക് അപ്സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്ന ഒരു എൻട്രി നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് 270 എന്ന് പറഞ്ഞ ലെവൽ ബ്രേക്ക് ചെയ്ത ശേഷം നമുക്കൊരു എൻട്രി നമുക്ക് നോക്കാവുന്നതാണ്. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് അടുത്തൊരു ടാർഗറ്റായിട്ട് നമുക്ക് 294 എന്ന ലെവൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡായിട്ട് നമുക്ക് 305 എന്ന് പറയുന്ന ലെവലും നമുക്ക് ഇതിനകത്ത് വാച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ KNRന്റെ ചാർട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് കുറേ നാളുകളുടെ ഒരു സൈഡ് വേസ് രീതിയിൽ നമുക്ക് വ്യാപാരം നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ഏപ്രിൽ 2023 സമയങ്ങളിലൊക്കെ നമുക്ക് 233 അതുപോലെ തന്നെ 257 എന്ന് പറയുന്ന റേഞ്ചിൻ്റെ അകത്താണ് ഇതിൻ്റെ വ്യാപാരം ഏറ്റവും കൂടുതൽ നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അതിന് മുമ്പ് നോക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു പിന്നീട് നവംബർ മാസങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ 2022 നവംബർ സമയങ്ങളിൽ 241 അതുപോലെ തന്നെ 270 എന്ന് പറയുന്ന റേഞ്ചിൻ്റെ അകത്തായിരുന്നു അതിൻ്റെ വ്യാപാരം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇനി വാച്ച് ചെയ്യേണ്ട ലെവൽസൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ലോങ് നോക്കുകയാണെങ്കിൽ 270 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്ത ശേഷം എടുക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ടാർഗറ്റ് നോക്കി 294 305 എന്ന് പറയുന്ന ലെവലൊക്കെ നമുക്ക് അപ്പ് സൈഡിലേക്ക് നോക്കാവുന്നതാണ്. ഡൗൺ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന നല്ലൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് നമുക്ക് 247 എന്ന് പറയുന്ന ലെവൽ വാച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ 218 എന്ന് പറയുന്ന ലെവൽസൊക്കെ നമുക്ക് KNR കൺസ്ട്രക്ഷൻ്റെ ചാർട്ടിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഒരു കഴിഞ്ഞ ഒരാഴ്ചത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ 1.94% ഒരു നേട്ടം നേടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ന്യൂട്രലാണ് നമുക്ക് കാണിക്കുന്നത്. അതുപോലെ ഒരു അനലിസ്റ്റുമാർ സജസ്റ്റ് ചെയ്യുന്ന ഒരു റേഞ്ചുകൾ നോക്കുകയാണെങ്കിൽ ഒരു 1 ഇയർ കൊണ്ട് ഇവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് റേഞ്ച് ആണെങ്കിൽ അപ്സൈഡിലേക്കാണെങ്കിൽ 291 എന്ന് പറയുന്ന ഒരു റേഞ്ചും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 341 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് എത്താൻ ചാൻസ് ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ഡൗൺ സൈഡിലേക്ക് ഇവർ പറയുന്ന റേഞ്ച് 230 ആണ്.